നമസ്കാരം, മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം ഇന്ന് നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്താണ്. അക്കാഡമി മദർ യൂണിവേഴ്സ് ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൻ്റെ ജീവിതത്തിലേക്ക് എത്തുന്ന സന്തോഷ വാർത്ത എന്താണ്? നിങ്ങളുടെ മോശം സ്വഭാവം ഇന്ന് നിങ്ങളുടെ വഴി മുടക്കുമോ? നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള വഴി മുടക്കുമോ? ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കാർഡ്സിന് എനർജി നൽകിക്കൊണ്ട് നമുക്ക് കാർഡ്സിലേക്ക് കടക്കാം. പ്ലീസ് അക്കാഡമി മദർ യൂണിവേഴ്സ് ഒന്നാമത്തെ കാർഡ്. ഇന്ന് നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്താണ്? ഹാങ്ഡ് സിറ്റുവേഷൻ ആണ്. നിങ്ങൾ സ്റ്റക്കായിരിക്കുകയാണ്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിവുണ്ടെങ്കിലും ചില കാര്യങ്ങളെ ഓർത്ത് നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ്. ആക്ഷൻ എടുക്കാൻ താമസിക്കുന്ന ഒരു എനർജി, അത് നിങ്ങൾ ഇന്നേ ദിവസം ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണോ ഈ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് എന്ത് വിഷയമാണോ ആ വിഷയത്തിൽ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുകയാണെങ്കിൽ ആ സ്റ്റക്നെസ് അവസാനിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. ഇന്നേ ദിവസം നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്റ്റക്നെസ് ആണ്. നിങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളിങ്ങനെ ഹാങ്ഡായി നിൽക്കരുത്. നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക, മുന്നോട്ട് പോകുക. നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക, മുന്നോട്ട് പോകുക. ഞാൻ ഇങ്ങനെ നിന്നതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ? എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ വരാൻ വേണ്ടിയിട്ടാണോ ഞാൻ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നത്? ഈ സ്റ്റക്നെസ് കാരണം എനിക്ക് എന്തൊക്കെ നഷ്ടമാണ് ഉണ്ടാകുന്നത്? എൻ്റെ ദിവസങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു. ഓരോ മണിക്കൂറും വിലപ്പെട്ടതാണ് മനുഷ്യ ജീവിതത്തിന്. അപ്പോൾ ആ ഒരു മണിക്കൂർ ഞാൻ വേസ്റ്റാക്കി കളയുന്നു എന്നുള്ള ഒരു ചിന്ത നിങ്ങളിലേക്ക് കടന്നു വരണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇന്ന് എത്തുന്നതായിട്ടുള്ള സന്തോഷ വാർത്ത എന്താണ്? എൻ്റെ വ്യൂസിലേക്ക് കടന്നു വരുന്ന സന്തോഷ വാർത്ത എന്താണ്? ഒരു സെലിബ്രേഷൻ കടന്നു വരുന്നു. ഓക്കെ, നിങ്ങൾക്ക് വിവാഹ പ്രായമായിരിക്കുന്ന വ്യക്തികൾക്ക് ഒരു വിവാഹ ആലോചന വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്കൊരു വിജയം വരാനുള്ള സാധ്യതയുണ്ട്. മറ്റുള്ളവരെല്ലാവരും നിങ്ങൾ അംഗീകരിക്കുകയും നിങ്ങളുടെ സന്തോഷത്തിൽ അവരെല്ലാം പങ്കുചേരുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു സ്റ്റെബിലിറ്റി നിങ്ങളിലേക്ക് കടന്നു വരുന്നതായി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഗ്രോത്ത് വരുന്നുണ്ട്. പ്രകൃതിയുമായിട്ട് നിങ്ങൾക്ക് കൂടുതൽ അടുത്ത് ചേരുവാനും പ്രകൃതിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുവാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഇന്നേ ദിവസം സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരുടെയോ ആയിട്ടുള്ള വിവാഹത്തിലോ സെലിബ്രേഷൻ ചടങ്ങുകളിലോ ഒക്കെ നിങ്ങൾക്ക് പങ്കെടുക്കുവാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഇന്നേ ദിവസം കിട്ടുന്നു എന്നുള്ളതാണ്. ഒരു ബ്ലെസ്സിങ് എനർജിയാണ് നിങ്ങൾക്ക് ഇന്നേ ദിവസം വരുന്ന ഒരു പുതിയ സന്തോഷ വാർത്ത. നിങ്ങളുടെ മോശം സ്വഭാവം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള വഴി മുടക്കും. അത് എന്ത് സ്വഭാവമാണെന്ന് നോക്കാം. ആ സ്വഭാവം എന്ന് പറയുന്നത് ഇവിടെ 8 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. ആക്ഷൻ എടുക്കാതെ നിൽക്കുക. ഫസ്റ്റ് തന്നെ യൂണിവേഴ്സ് പറഞ്ഞിരിക്കുന്ന അതേ സ്റ്റക്നെസ് ആണ് ഇവിടെ കാണുന്നത്. ഒരുപാട് ഓവർ തിങ്കിങ് കാരണം, നമുക്ക് ഭയം കാരണം മുന്നോട്ട് പോകാൻ സാധിക്കാതെ, പോയിട്ട് കാര്യമൊന്നുമില്ല, ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല, ഇതിൽ ഇങ്ങനെ നിന്നിട്ടൊന്നും ഒരു രക്ഷയില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ആവശ്യമില്ലാതെ ആക്ഷൻ എടുക്കാതെ ചിന്തിച്ച് സ്വയം കെട്ടി നിർത്തിയിരിക്കുന്നതായിട്ടുള്ള ഈ ഒരു സ്വഭാവം നമുക്ക് യാതൊരു വീക്ഷണവും കൂടാതെ നമ്മൾ നിൽക്കുന്ന അവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം മെറ്റീരിയലിസ്റ്റിക് ആണെങ്കിലും ഇമോഷണൽ ആയിട്ടുള്ള കാര്യമാണെങ്കിലും അതിനെ ബാലൻസിങ്ങിൽ കൊണ്ടുവരിക. അത് നെഗറ്റീവായിട്ടുള്ള നിങ്ങളുടെ കംഫർട്ട് സോണിനെ പൊട്ടിച്ചുകൊണ്ട് പുറത്ത് വരിക എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. അപ്പം ഇന്നേ ദിവസം നിങ്ങളുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ്, ഈ സ്റ്റക്കായി നിൽക്കുന്ന ഈ ആറ്റിറ്റ്യൂഡ് നിങ്ങൾ മാറ്റേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഗ്രോത്ത് വരുന്നതിന്, നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് കടന്നു പോകുന്നതിന് ഒരു ബ്ലോക്ക് സൃഷ്ടിക്കുന്നതായി കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ട്. ഈ ഗൈഡൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം സൃഷ്ടിക്കുവാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് എടുക്കുവാനോ ടാരോ കാർഡ് പഠിക്കുവാനോ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.